എല്ലാവർക്കും നമസ്കാരം. ഭാരത ദർശനം ആധ്യാത്മിക യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. ഇന്ന് ഞാൻ ഗുരുവിൻ്റെ മോഹൻജിയുടെ ഡിവോട്ടീസിൻ്റെ മലയാളത്തിലുള്ള അനുഭവങ്ങൾ ചേർത്തിട്ടുള്ള ഗുരുലീല ബുക്കിൽ നിന്നും ഒരു അനുഭവമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് മോഹൻജി ഫാമിലിയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗുരുലീല മലയാളം ബുക്കാണ്, ആദ്യത്തെ ബുക്കാണ്. കരുണയുടെ അവതാരം എന്നാണ് ഈ ഒരു ഗ്രന്ഥത്തിന് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു പേര്. വളരെ ആപ്റ്റായിട്ടുള്ള ഒരു പേരാണത്. അപ്പോൾ ഇത് പബ്ലിഷ് ചെയ്തത്, അതായത് ആദ്യമായിട്ട് പ്രകാശനം ചെയ്തത് വളരെ പവിത്രമായ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. മഹാകുംഭമേള നടന്ന പ്രയാഗ്രാജിൽ വെച്ചിട്ടാണ്. മോഹൻജിയുടെ പിറന്നാളിൻ്റെ അന്ന് ഈ ഒരു ഗ്രന്ഥം റിലീസ് ചെയ്യാൻ സാധിച്ചത്, മോഹൻജിയുടെ 60ാം പിറന്നാളിൻ്റെ അന്ന്. അതും നമുക്ക് വളരെയധികം സന്തോഷവും സംതൃപ്തിയും നൽകിയ ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇതിനു വേണ്ടി സഹകരിച്ച എല്ലാവരോടും നന്ദി പറയുകയാണ്. കേരളത്തിലെ മോഹൻജിയുടെ ഫോളോവേഴ്സും ഡിവോട്ടീസ് എല്ലാവരും കൂടെ സഹകരിച്ചിട്ടാണ് ഈ ഒരു ഗ്രന്ഥം നമുക്ക് അന്ന് തന്നെ പബ്ലിഷ് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ ഇതിൽ ഞാൻ റാൻഡമായിട്ട് തുറന്നു നോക്കിയിട്ടാണ് ഒരു എക്സ്പീരിയൻസ് എടുക്കാമെന്ന് വെച്ചത്. അപ്പോൾ അതിൽ ചന്ദ്രികയുടെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് വന്നത്. ചന്ദ്രിക സത്യസായി ബാബയുടെയും ശുദ്ധി സായി ബാബയുടെയും ഒരു ഡിവോട്ടി ആയിരുന്നു. അപ്പോൾ ഇത് വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി, ബാബ പലരെയും മോഹൻജിയിലേക്ക് അയക്കുന്നുണ്ട്. കാരണം ബാബയുടെ ആ മിഷൻ, അതായത് ബാബയുടെ ആ ഒരു പദ്ധതി, ഡിവൈൻ പദ്ധതി പലരും തുടർന്നു കൊണ്ടുപോകുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു ഗുരു തന്നെയാണ് മോഹൻജി. അതുകൊണ്ട് മോഹൻജിയെയും ബാബയെയും വേറെ വേറെ കാണണ്ട എന്നുള്ള ഒരു സന്ദേശമാണ് തരുന്നത്. ഈ ഒരു സന്ദേശം വളരെ സ്ട്രോങ് ആയിട്ട് തന്നിട്ടുള്ള മറ്റൊരു ഡിവോട്ടിയെ ഞാൻ ഓർക്കുകയാണ്, ഡെർക്ക്. മോഹൻജി അദ്ദേഹത്തിന് ഭോല എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. ഡെർക്ക് യഥാർത്ഥത്തിൽ നെതർലൻഡ് സ്വദേശിയാണ്. അപ്പോൾ അദ്ദേഹം വർഷങ്ങളായിട്ട് 22 വർഷത്തോളം ബാബയുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ബാബയ്ക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഭക്തനായിരുന്നു ഡെർക്ക്. ഡെർക്കിൻ്റെ അത്ഭുതകരമായ ആ ഒരു അനുഭവങ്ങൾ, ബാബയിലേക്ക് എത്തിയതും ഡെർക്കിനുണ്ടായ ആ ഒരു മാനസാന്തരവും എല്ലാം ഞാനൊരു വീഡിയോയിൽ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. കേട്ടിട്ടില്ലാത്തവരാണെങ്കിൽ കേൾക്കുക. അപ്പോൾ ഡെർക്കിനെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് ഡെർക്കിന് ബാബയോടും മോഹൻജിയോടുമുള്ള ഒരു ഭക്തി കണ്ടിട്ട് എനിക്ക് അദ്ദേഹത്തിനോട് വളരെ ഒരു മാനസികമായ അടുപ്പം. എന്നെ സഹോദരി എന്ന് തന്നെയാണ് ഡെർക്ക് വിളിക്കുന്നത്. അനഘയാണെങ്കിൽ എന്താ പറയുക, സഹോദരിയുടെ പുത്രി എന്ന പോലെയുള്ളൊരു പുത്രിയോടുള്ളൊരു വാത്സല്യമാണ് ഭോലയ്ക്കുള്ളത്. അപ്പോൾ ഭോല പറയാറുണ്ട്, ബാബയുടെ ആ ഒരു എന്താ പറയുക, സമാധിക്ക് ശേഷം മോഹൻജിയെ കണ്ടപ്പോൾ ബാബയെ കണ്ടതുപോലെ തന്നെയാണ് ഡെർക്കിന് അനുഭവപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ശരിവെക്കുന്നതാണ് പലപ്പോഴും ഈ ഇടയായിട്ട് എനിക്കുണ്ടാകുന്ന അനുഭവങ്ങളും. എപ്പോഴെങ്കിലും ഒരു സംശയം എനിക്ക് വരികയാണെങ്കിൽ അത് മോഹൻജിയോട് അസ്ട്രലി ചോദിക്കുകയാണ്, ഫിസിക്കൽ ലെവലിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉത്തരം പലപ്പോഴും ബാബയുടെ സന്ദേശങ്ങളായിട്ട് കൃത്യമായിട്ട് കിട്ടാറുണ്ട്, സംശയം മാറത്തക്ക രീതിയിൽ. അപ്പോൾ എന്നെയും മോഹൻജിയിലേക്ക് അയച്ചത് ബാബ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സത്യസായി ബാബയുടെ ഡിവോട്ടീസിനെ മോഹൻജിയിലേക്ക് എത്തിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. കാരണം ബാബയുടെ മിഷൻ ഒരുപാട് ഗുരുക്കന്മാരിപ്പോൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആര് തന്നെ ആയാലും ഡിവൈൻ മിഷൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ ദൈവത്തിൻ്റെ പിന്തുണയുണ്ട് എന്നുള്ളതാണല്ലോ. ദൈവത്തിൻ്റെയും ഗുരുമണ്ഡലത്തിൻ്റെയും സഹായം എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഡെർക്ക് പറയുന്ന, അതായത് പോലെ പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് വളരെ അപകടം പിടിച്ച ഒരു ജോലിയാണ് ബാബ കൊടുത്തത്. പെൺകുട്ടികളെ വേശ്യാലയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അവരെ പുനരധിവാസിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ജോലി ആയതുകൊണ്ട് തന്നെ ബാബ മെറ്റീരിയലൈസ് ചെയ്ത ഒരു നവരത്ന മോതിരം അദ്ദേഹത്തിന് കൊടുക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു മോതിരത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രം അദ്ദേഹം പലപ്പോഴും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. പിന്നീട് ബാബ ആ ഒരു ജോലി നിർത്തിക്കൊള്ളാനും അദ്ദേഹത്തിനോട് ആശ്രമത്തിൽ താമസിച്ചോളാനും പറഞ്ഞു. ആ ഒരു മോതിരം അദ്ദേഹം മോഹൻജിക്ക് കൊടുക്കാനായിട്ട് ബാബ അദ്ദേഹത്തോട് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം ആ ഒരു ബാബയുടെ ആ മിഷൻ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് മോഹൻജിയെ സഹായിക്കുക എന്നുള്ളത് തന്നെയാണ് ഭോലയ്ക്ക് കൊടുത്ത ഒരു മെസ്സേജ്. അത് മോഹൻജിക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതെല്ലാം ആ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ പോയിട്ട് ആ ഒരു വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു അനുഭവം, ചന്ദ്രികയ്ക്കുണ്ടായ ഈ ഒരു അനുഭവവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരികയാണ്. അപ്പോൾ ഗുരുക്കന്മാരെല്ലാം കോൺഷ്യസ്നെസ് ലെവൽ ഒന്ന് തന്നെയാണെന്നും നമ്മുടെ ഗുരുവിനെ തന്നെ മുറുക്ക പിടിക്കുകയാണെങ്കിൽ എല്ലാ ഗുരുക്കന്മാരും നമ്മളിൽ പ്രസാദിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ അനുഭവങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത്. അപ്പോൾ ചന്ദ്രികയുടെ അനുഭവത്തിലേക്ക് നമുക്ക് പോവാം. ചന്ദ്രിക എഴുതിയ അനുഭവത്തിലേക്ക്. ബാബയുടെ അനുഭവം പറയുന്നതിന് മുൻപ് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ചന്ദ്രിക.
ഞാൻ തിരുവനന്തപുരത്ത് ചിറയിൻ കീഴിൽ താമസിക്കുന്നു. ബാബയുമായുള്ള എൻ്റെ ബന്ധം തുടങ്ങുന്നത് 1990 കാലഘട്ടങ്ങളിലാണ്. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV-യിൽ ബാബയുടെ സിനിമ കാണാനിടയായി. അത് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ തുടർച്ചയായി അത് കണ്ടു. ഭർത്താവ് വടക്കേ ഇന്ത്യയിൽ ജോലി നോക്കിയിട്ടുള്ളതുകൊണ്ട് ബാബയെ അറിയുവാനും ഇഷ്ടപ്പെടാനും കഴിഞ്ഞു. അങ്ങനെയിരിക്കെ 2000-ൽ ഭർത്താവിൻ്റെ ഒരു കൂട്ടുകാരൻ സത്യസായി ബാബയുടെ ഒരു ഭജന നടത്തി. അതിൽ ഞങ്ങൾ പങ്കെടുത്തു. അങ്ങനെ എനിക്ക് സായി സച്ചരിതം വായിക്കാൻ കിട്ടി. അത് ഞാൻ 7 ദിവസം കൊണ്ട് ഭക്തിപൂർവ്വം വായിച്ചു. സച്ചരിതം വായിച്ച് അധികം താമസിയാതെ ഞങ്ങൾക്ക് പുട്ടപർത്തിയിൽ പോയി സ്വാമിയെ കാണാൻ സാധിച്ചു. ബാംഗ്ലൂരിൽ നിന്ന് രാവിലെ 9 മണിക്കാണ് യാത്ര പുറപ്പെട്ടത്. ആദ്യം കണ്ട പുട്ടപർത്തി ബസ്സിൽ കയറി. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ബസ്സിൽ പുറകുവശത്തെ 4 സീറ്റ് ഒഴികെ ബാക്കിയെല്ലാം നിറഞ്ഞിരുന്നു. കണ്ടക്ടർ പറഞ്ഞു, ആ 4 സീറ്റും ബുക്ക് ചെയ്തിട്ടുണ്ട്, ആള് കയറിയാൽ എഴുന്നേൽക്കണമെന്ന്. ഞങ്ങൾ ബാബയെ പ്രാർത്ഥിച്ചുകൊണ്ട് ബസ്സിലിരുന്നു. പുട്ടപർത്തിയിൽ എത്തുന്നത് വരെ ആരും കയറിയില്ല. അത് ബാബ ഞങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്തതുപോലെയായിരുന്നു. പിന്നെ ഒരു സ്വപ്ന ദർശനമാണ്. ഒരു ദിവസം ബാബ കുറേ പേർക്ക് ദർശനം കൊടുക്കുന്നു. ഏറ്റവും പുറകിലാണ് നിൽക്കുന്നത്. അവർക്ക് പാദനമസ്കാരം കൊടുത്ത് മടങ്ങുവാനൊരുങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് മാത്രം ബാബയെ തൊടാനൊന്നും പറ്റിയില്ലല്ലോ. പെട്ടെന്ന് തിരിഞ്ഞ് ബാബ എന്നെ വിളിച്ചു. എൻ്റെ കയ്യിൽ തൊട്ടു. ഉടൻ തന്നെ ശരീരത്തിൻ്റെ ഭാരം തീരെ ഇല്ലാതായി. ഞാനൊരു പൂമ്പാറ്റയായി പറക്കാൻ തുടങ്ങി. എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇത് എൻ്റെ ബാബയുടെ വേലയാണ് എന്ന്. എനിക്ക് ഒട്ടും പേടി തോന്നിയില്ല. എന്നെ ഒരുപാട് അമ്പലങ്ങളിൽ കൊണ്ടുപോയി കാണിച്ചു. ആ അനുഭവം എനിക്ക് ഒരുപാട് ആനന്ദം നൽകി. അങ്ങനെ ആത്മീയ യാത്ര തുടർന്നുകൊണ്ടിരിക്കെ ഗുരുജിയിൽ നിന്നും സുദർശന ക്രിയ പഠിച്ചു. ശ്രീ രവിശങ്കറിൻ്റെ അടുത്ത് നിന്ന് മെഡിറ്റേഷനും. അങ്ങനെയിരിക്കെ ദീപാജിയുടെ വീഡിയോ കാണാനിടയായി. മോഹൻജിയെ കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടായി. അങ്ങനെ ദീപാജിയുടെയും മോഹൻജിയുടെയും വീഡിയോകൾ പതിവായി കാണാൻ തുടങ്ങി. മോഹൻജിയും ബാബയും ഒന്ന് തന്നെ എന്ന് മനസ്സിലായപ്പോൾ മോഹൻജിയെ കാണുവാൻ ആഗ്രഹം തോന്നി. അപ്പോഴാണ് കൊല്ലത്ത് മോഹൻജി വരുന്നെന്ന് ദീപാജി അറിയിച്ചത്. അങ്ങനെ മോഹൻജി എന്ന എൻ്റെ കൃഷ്ണനെ കൺകുളിർക്കെ കണ്ടു. ആ കൂടിക്കാഴ്ച മനസ്സിനും ആത്മാവിനും വല്ലാത്തൊരു കുളിർമയും ആനന്ദവും സമാധാനവും നൽകി. മോഹൻജിയെ കണ്ടതിന് ശേഷം എനർജി ലെവൽ കൂടി. ഒരു ദിവസം സായി മിറാക്കിൾ മെഡിറ്റേഷൻ കഴിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോൾ ഒന്നും അറിയാത്ത ഒരവസ്ഥയിലേക്ക് വീണുപോയി. ബോധം വീണപ്പോൾ ഞാൻ മെഡിറ്റേഷനിലാണ്. വേറൊരു ദിവസം മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശക്തിയായി രക്തം വാർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ശരീരത്തിൻ്റെ പല ഭാഗത്തു നിന്നും പൈപ്പിൽ നിന്നും വെള്ളമൊഴുകുന്നത് പോലെ രക്തം പോകുന്നു. ഞാൻ വിചാരിച്ചു, എനിക്ക് അസുഖമൊന്നുമില്ല, പിന്നെ ഇങ്ങനെ രക്തം പോകാൻ കാരണമെന്ത്? അപ്പോൾ തന്നെ ഞാൻ മരിച്ചു പോകുമെന്ന് തോന്നി. ഉണർന്നപ്പോൾ ഞാൻ മെഡിറ്റേഷനിലാണെന്നറിഞ്ഞു. അന്ന് ഒരു ദുഃഖവെള്ളിയും ഈസ്റ്ററിനോട് അടുത്തുള്ള ദിവസവുമായിരുന്നു. അങ്ങനെ ദീപാജിയോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ ദീപാജി പറഞ്ഞു, മോഹൻജിക്ക് യേശുദേവനുമായി കണക്ഷൻ ഉണ്ടെന്ന്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അത് കഴിഞ്ഞ് എല്ലാം ശാന്തമായി. ഇപ്പോൾ മനസ്സ് ശാന്തമാണ്. ഇപ്പോൾ ഏതിനും കൂടെ ഞാനുണ്ട് എന്ന് പറയുവാൻ മോഹൻജി ഉണ്ടല്ലോ. ഈ വാക്ക് വല്ലാത്തൊരു സമാധാനമാണ് നൽകുന്നത്. മോഹൻജിയെ കിട്ടിയപ്പോൾ എനിക്ക് എൻ്റെ സായിബാബയെ തിരിച്ചു കിട്ടിയതുപോലെ. ഭഗവാനെ, അവിടുന്ന് അവസാനം വരെ എന്നെ നേർവഴിക്ക് നയിക്കണമേ. അവിടുത്തെ അനുഗ്രഹം എന്നും എന്നിൽ ചൊരിയണമേ. അങ്ങയുടെ പാതാരവിന്ദത്തിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഓം സായിറാം, ജയ് മോഹൻജി. സ്നേഹത്തോടെ ചന്ദ്രിക. പ്രിയപ്പെട്ടവരെ, ഇത്രയുമാണ് ചന്ദ്രിക എഴുതിയിട്ടുള്ളത്. ചന്ദ്രികയുടെ ആ ഒരു അനുഭവം അതേപോലെ തന്നെ ഞാൻ വായിക്കുകയായിരുന്നു ഉണ്ടായത്. എല്ലാ ഗുരുക്കന്മാരും കോൺഷ്യസ്നെസ് ലെവലിൽ ഒന്നാണ്. ഒരു ഗുരുവിനെ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ എല്ലാ ഗുരുക്കന്മാരും നിങ്ങളിൽ പ്രസാദിക്കും. അതല്ല, ഗുരുക്കന്മാരിൽ മാറി മാറി സംശയപൂർവ്വം പോവുകയാണെങ്കിൽ ഒരു ഗുരുവും നിങ്ങൾ പ്രസാദിക്കില്ല. ഡെർക്കിൻ്റെ ഈ ഒരു അനുഭവം ഞാൻ നേരത്തെ പറഞ്ഞു. ഡെർക്കും പറയുന്നത് അത് തന്നെയാണ്. ബാബയാണ് എന്നെ മോഹൻജിയിലേക്ക് അയച്ചത്, ഇപ്പോൾ ഞാൻ ബാബയെ മോഹൻജിയിൽ കാണുന്നു എന്ന്. അപ്പോൾ ഈ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. കോൺഷ്യസ്നെസ് ലെവലിൽ ഗുരുക്കന്മാർ ഒന്ന് തന്നെയാണ് എന്നുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.